ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ശതാധിപനായ വിജാതീയനായ ഒരു മനുഷ്യൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ തിരുവചനത്തിൻ്റെ പ്രമേയം. 100 പട്ടാളക്കാരുടെ അധിപനായ ഈ ശതാധിപൻ ഈശോയുടെ അടുക്കൽ വന്ന് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണം എന്ന് അറിയിക്കുകയാണ്. അവൻ്റെ ആഗ്രഹത്തെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് യഹൂദ പ്രമാണികൾ പലരും നമുക്ക് വേണ്ടി സിനഗോഗ് പണിത് തന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈശോ ഏതായാലും അവൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് യാത്രയാവുക. ഈ യാത്രാമധ്യയാണ് ശതാധിപൻ യേശു തൻ്റെ ഭവനത്തിലേക്ക് വരുന്നു എന്ന വിശേഷം അറിയുക. അപ്പോൾ യേശുവിനെ ദൈവമായി കണ്ട അപൂർവം വിജാതീയരിൽ ഒരുവനായ ഈ ശതാധിപൻ ഈശോയ്ക്ക് ആളയച്ച് സന്ദേശം അയക്കുകയാണ്. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഏറെ ദൂരെ ആയിരിക്കുന്ന യേശുനാഥൻ അവിടെ ആയിരുന്നു കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്നത് ആ ശതാധിപൻ്റെ അടിസ്ഥാന വിശ്വാസം. ആ മനുഷ്യൻ ആഗ്രഹത്തോടെ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനം അയാൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഞാനും അധികാരം കയ്യിലേന്തിയവനാണ്. എൻ്റെ ഭൃത്യന്മാരിൽ ഒരുവനോട് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും, ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യും, ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യില്ല. ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എൻ്റെ ഭൃത്യന്മാർ, എൻ്റെ പട്ടാളക്കാർ. അതുപോലെ തന്നെയാണ് യേശുനാഥൻ ഈ ദുഷ്ടശക്തികളുടെ മേൽ, പൈശാചിക ബന്ധനങ്ങളുടെ മേൽ, ദുരാത്മാക്കളുടെ മേൽ അധികാരമുള്ളവൻ. ദൈവം പറഞ്ഞാൽ, യേശു പറഞ്ഞാൽ അതങ്ങനെ തന്നെ നടക്കുമെന്ന് വിശ്വാസത്തിൻ്റെ ബോധ്യം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ പേറിയിരുന്നത് കൊണ്ടാണ് പറയുന്നത്, അങ്ങ് ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ലത്തീൻ കുർബാനയിൽ ഏറ്റവും സുന്ദരമായ ഈ വാക്യം അല്പം രൂപഭേദം വരുത്തി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അങ്ങയുടെ ദാസര് സൗഖ്യം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ഒന്ന് പറയാനുള്ളൊരു മനസ്സ്, ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ളൊരു വിശ്വാസത്തിൻ്റെ ആഴം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഹൃദയപരമാർത്ഥതയോടെ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കണ്ടേ. ഈ മനുഷ്യൻ്റെ വിശ്വാസം കണ്ട് ഒരു വലിയ ജനസമൂഹത്തിന് നേരെ തിരിഞ്ഞു നിന്ന് ഈശോ പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇന്നും സംഭവിക്കുന്നതൊക്കെ തന്നെയാണ്. ധ്യാന കേന്ദ്രങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ നടക്കുന്ന വേദികളിലൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ നേടുന്നതും സൗഖ്യം നേടുന്നതുമൊക്കെ വിജാതീയരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം പുതുതായിട്ട് ഏറ്റുപറഞ്ഞ് മുന്നോട്ട് വരുന്ന വ്യക്തികൾ, പരമ്പരാഗത ക്രിസ്ത്യാനികളെന്ന് മാർത്തോമാ ശ്ലീഹായ്ക്ക് മുമ്പ് തന്നെ മാമോദിസ സ്വീകരിച്ചവരെന്നൊക്കെ അവകാശപ്പെടുന്ന നമ്മിലേറെ പേരും ഹൃദയപരമാർത്ഥതയോടെ ചിന്തിക്കണം, ഈ വിശ്വാസത്തിൻ്റെ ആഴം എനിക്ക് നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെ ചിന്തിക്കാനുള്ള പാകത നമുക്കായിട്ടുണ്ടോ? ഈശോ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പുനർവായനയ്ക്ക് സൗഖ്യം നൽകുന്ന തമ്പുരാൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിക്കാൻ നമുക്കാധിക്കട്ടെ. നമ്മുടെ നൊമ്പരങ്ങളും ദുഃഖങ്ങളുമൊക്കെ അവൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുമ്പോൾ അവയുടെ പരിഹാരമായി യേശുനാഥൻ കടന്നു വരുമെന്ന്. ഇനി എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ
അത് ദൈവത്തിൻ്റെ തിരുഹിതമാണ് എന്ന് മനസ്സിലാക്കി സമ്പൂർണ്ണമായിട്ട് അതിന് കീഴ്വഴങ്ങാനുള്ള മനസ്സിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.